ഹായ്, ഞാൻ സീതയാണ് കേട്ടോ. നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് വെറും 9 രൂപയ്ക്ക് കിട്ടുന്ന ഗോതമ്പ് പൊടി നമ്മൾ അധികം പേരും വാങ്ങാതെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് കളയാറില്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിന്ന് നല്ലൊരു പലഹാരം ഉണ്ടാക്കി കാണിച്ചു തന്നാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ആ ഗോതമ്പ് പൊടി വേണ്ടാന്ന് വയ്ക്കില്ല കേട്ടോ. എല്ലാ മാസവും മേടിക്കും. 9 രൂപയ്ക്ക് എത്ര സ്വാദിഷ്ടമായതാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഒരു കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 2 ബൗള് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്പൂൺ റവ, 1 സ്പൂൺ കടലമാവ്, ഇത്രയും ഞാൻ എടുത്തിട്ട് അത് 3ഉം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1/4 ബൗള് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എണ്ണ ഒഴിച്ചും ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ നെയ്യ് എടുത്തു, കുറച്ചും കൂടി സ്വാദിന് വേണ്ടിയിട്ട്. ഇപ്പം നെയ്യില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1/4 ബൗള് നെയ്യ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 3 സ്പൂൺ അതിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അത് കുറയുന്നതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അത് കുഴച്ചിട്ടിരിക്കണം. ഒന്നിച്ചൊഴിക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് ഒഴിക്കാവുള്ളൂ. അങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരു പിടി മാതിരി ആവില്ലേ, അങ്ങനെ ആ ഒരു ഇതിൽ നമുക്ക് അത്രയും വരെ അതിനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് എണ്ണ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് എങ്ങനെയാണ് വരണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയാം കേട്ടോ. ഇത്തിരി നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത് ഒരുപാട് സോഫ്റ്റ് ആവാൻ പാടില്ല കേട്ടോ. ഈ ഡോ ഇത്തിരി ഹാർഡായിട്ടിരിക്കണം. അപ്പോൾ എന്നാലേ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലഡ്ഡു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം, അത് 2 സ്പൂണേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ആ വെള്ളം അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇത്രയും മാവിന് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാതിരി നമ്മൾ കുഴയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ലഡ്ഡു നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല, ഈ ചപ്പാത്തി പോലെ ഇരിക്കും. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ അനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് കിട്ടില്ല കേട്ടോ. ഇപ്പം ഇത്തിരി ഹാർഡായിട്ടിരിക്കും. ഇപ്പം ചപ്പാത്തി ഈ പലർക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരൊന്നും ഈ ഗോതമ്പ് വേണ്ടെന്ന് വെക്കും, മനസ്സിലായോ. പിന്നെ റേഷൻ്റെ ഗോതമ്പ് പൊടി ഞാൻ എന്താ എടുത്തതെന്നറിയാമോ, അത് ഇത്തിരിയും കൂടി നല്ല തരികളുള്ളൊരു പൊടിയാണതേ. ഈ നമ്മൾ അല്ലാണ്ട് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയുണ്ടല്ലോ, ആശീർവാദമൊക്കെ, അത് മൈദ മാതിരി ഒരുപാട് സോഫ്റ്റ് എന്തെന്ന് പറയാം, നൈസ് പൊടിയാണ്. അത്തരം പൊടിയേക്കാൾ കുറച്ചും കൂടി ഇത് ഉണ്ടാക്കാൻ നല്ലത് ഇത്തിരി തരികളുള്ളൊരു ഗോതമ്പ് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് റേഷൻ്റെ ഗോതമ്പ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അത് റേഷൻ്റെ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് വിലയും കുറവാണ്. അത് എടുക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി. അതിൽ വല്ല ഉച്ചോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന്. എന്താ വെച്ചാൽ റേഷൻ്റെ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാ എന്താന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യുന്നതൊന്ന് സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടേക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും വാങ്ങാറുള്ളതാണ്. 9 രൂപയുള്ളൂ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ. അഥവാ ഈ BPL കാർഡ് അല്ലാത്തവർക്കാണെങ്കിൽ അത് 17 രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങുന്നവരെ നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിലും വീട്ടിലുള്ളവർക്കും ഒരു ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇത്തിരി വില കുറച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കി എത്ര നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 10 രൂപയ്ക്കൊക്കെ ഒരു ലഡ്ഡു കിട്ടണേ, മനസ്സിലായോ. ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ അത് കൂടുതൽ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇതിൻ്റെ പേരെന്തെന്നറിയോ, ചുർമ ലാഡു എന്നാണ് അവർ പറയുക, ചുർമ. അപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പലഹാരമാണ് ഇട്ടത്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ടത് ഇപ്പം ഈ ഡോവിൻ്റെ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ചപ്പാത്തിയുടെ അത്ര ഒന്നും ഇത് സോഫ്റ്റ് ആവാൻ പാടില്ല. പിന്നെ അതുപോലെ എന്നിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാൻ കിട്ടുന്ന അത്ര എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹോള് മാതിരി ഉണ്ടാക്കിയിട്ട് വെക്കുക. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നില്ല, അതിൻ്റെ പേര് മുട്ടിയ എന്നാണ് കേട്ടോ. ആ മുട്ടിയ മാതിരി ഇങ്ങനെ ഓരോന്നിങ്ങനെ കുറച്ച് നമ്മുടെ കയ്യിൽ എത്ര കൊള്ളും അത്ര ഉണ്ടാക്കിയിട്ട് അത്രയും നമ്മളിതിനെ ഹാർഡായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞുതരാം. എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കാൻ, പിന്നെ നെയ്യല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതാണ് വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, റൈസ് ബ്രാൻ ഓയിൽ. അത് നന്നായിട്ട് ഒരുപാട് എന്നിട്ട് ഈ എണ്ണ ചൂടാവാൻ പാടില്ല. ചൂടായി കഴിഞ്ഞാൽ ഈ മുട്ടിയുണ്ടല്ലോ അതങ്ങ് മോൾ ഭാഗം അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട്
ഇത് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ മാറ്റി മറിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനെ നമ്മൾ വറുത്തെടുക്കാൻ പാടുള്ളൂ. അതായത് ഇതിൻ്റെ ഉള്ളു വരെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ വേവിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ട് വറുത്തെടുത്തത്. അപ്പോൾ ഒരു തവണ വറുക്കുന്നതിന് എനിക്കൊരു 7-8 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. 7-8 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഒരു തവണ എനിക്ക് വറുത്ത് കിട്ടിയത്. അങ്ങനെ അപ്പോൾ ഒരു 15 മിനിറ്റിലാണ് ഞാൻ ഇത്രയും വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിം വയ്ക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം കണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഡു നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. ഇത്തിരി ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ ഇതിൽ പണി, ഈ വറുക്കുന്ന പണി. അതിന് ഇത്തിരി നേരം നമ്മൾ നിൽക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. നമ്മുടെ ഗുജറാത്തിൽ ഈ ഗണപതിയൊക്കെ വരില്ലേ, അപ്പോൾ അവരുണ്ടാക്കുന്നത് ഇതാണ്. അവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഈ ലഡുവാണ്. ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഉണ്ട് ഈ ലഡു. ഗണപതിക്ക് പ്രസാദമായിട്ട് വയ്ക്കുന്ന ഒരു വിഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാവർക്കും ഓരോന്നിങ്ങനെ കൊടുക്കും അവർ. ഇത് അവിടെ അത് എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. വളരെ പോപ്പുലറാണ് അവിടുത്തെ. ഇവിടെയൊന്നും അങ്ങനെ നമ്മുടെ ഇവിടെ ഒന്നും ആരും തന്നെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ, പിന്നെ ചിലർ ഈ ഗോതമ്പിൻ്റെ ഇലയിൽ അട ഉണ്ടാക്കില്ലേ തേങ്ങ വെച്ചിട്ട്, ഇതല്ലാണ്ട് ഒന്നും ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു ലോട്ട് ഞാൻ വറുത്തെടുത്തു കേട്ടോ. ഇനി ഒരു ലോട്ടും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് ഇതിൽ ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കണം. അതിന് വേണ്ടി അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ലഡു കടിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഇടാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. അത് വെന്ത് വരുമ്പോഴേക്കും ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ നെയ്യിൻ്റെ പാത്രം വെച്ച് ബാക്കി 3/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ബാക്കി നെയ്യിൽ ഞാൻ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ പൊടിച്ചിടുന്നത്. ആ നെയ്യ്, ചൂടായ നെയ്യിലേക്ക് ശർക്കര ഇട്ടിട്ട് അത് നന്നായിട്ട് അതിനെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ഒഴിച്ചെടുത്തിട്ട് ആ ചൂടൊന്ന് പതുക്കെ കുറച്ചിട്ട് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ഈ പൊടിച്ച് വെച്ച പൊടി ചപ്പാത്തിയുടെ മാവിൽ, ഗോതമ്പ് മാവിലേക്ക് ഇതിന് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന് നന്നായിട്ട് ഈ ചൂടോടെ തന്നെ ഇതിനെ ഇളക്കണം കേട്ടോ. അതല്ലെങ്കിൽ അത് ഒരു വശത്ത് മാത്രം പതുക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കട്ടയായി പോകും കേട്ടോ. അപ്പോൾ അത് ചൂടോടെ തന്നെ ഇളക്കി അതിനെ ഇത്തിരി നന്നായിട്ട് മിക്സ് ആക്കണം. ശർക്കര എല്ലായിടത്തേക്കും അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വറുത്തതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ലഡു ഓരോന്ന് നമ്മൾ തിന്നുമ്പോൾ ഇടയ്ക്ക് വായിൽ വരുമ്പോൾ അതൊരു രസമായിരിക്കും കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ച് ശർക്കരയുടെ കൂടെ ശർക്കരയും ഈ മാവുമായിട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ലഡു ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഈ ലഡു ഇങ്ങനെ ഇപ്പോൾ ഒരു 2 ചെറിയ ബൗളിൽ ഞാൻ മാവ് എടുത്തിട്ട് ഒരുപാട് ലഡു, ഇനി ഒരു 10-25 ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇതാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഇരിക്കും. അല്ല വെളിയിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ഒന്നും ആവില്ല, നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 10 ദിവസം ഒന്നും ഇരിക്കില്ല, അതിനു മുമ്പൊക്കെ തന്നെ ഇത് തീരും. ഇതെല്ലാവർക്കും ഇഷ്ടമാവും, 100% ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കസ്കസ് മുകളിൽ ഇത്തിരി ഭംഗി വരുത്താനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാണുന്നവരെല്ലാവരും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് തരണം, അതുപോലെ ഒരു കമൻ്റൊക്കെ ഇടണം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.